മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും പുതിയ കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചും പഴയവ തിരുത്തിയും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി തുടരും ഇപ്പോൾ മാറിയിരിക്കുന്നു. ആഗോള കളക്ഷനിൽ ചിത്രം 200 കോടി പിന്നിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ മോഹൻലാൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. തുടരും പ്രൊമോ സോങ് കൊണ്ടാട്ടം ഇനി തിയേറ്ററുകളിൽ ഉണ്ടാവുമെന്നാണ് അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ആഘോഷങ്ങൾ തുടരാൻ നാളെ മുതൽ തിയേറ്ററുകളിൽ കൊണ്ടാട്ടം എന്ന കുറിപ്പോടെയാണ് മോഹൻലാൽ പാട്ടിന്റെ തിയേറ്റർ റിലീസ് അറിയിച്ചത്. പ്രഖ്യാപനം ആരാധകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ ഒരു വട്ടം കൂടെ കണ്ടിട്ടു തന്നെ കാര്യം എന്നാണ് മോഹൻലാലിന്റെ പോസ്റ്റിന് കമന്റുകൾ ഏറെ വന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ പാട്ട് ചിത്രത്തിനൊപ്പം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. അതേസമയം പാട്ട് ചിത്രത്തിന്റെ ഏത് ഭാഗത്താണ് തിയേറ്ററിൽ അവതരിപ്പിക്കുക എന്ന് വ്യക്തമാക്കിയിട്ടില്ല. റിലീസിന് മുമ്പേ തന്നെ ചിത്രത്തിലെ പ്രൊമോ സോങ്ങിനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ മോഡിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പാട്ട് ഏറെ കഴിഞ്ഞാണ് പുറത്തിറക്കിയത്. ഏപ്രിൽ 25-ന് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പ്രൊമോ സോങ് ഏപ്രിൽ 30-നാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീതം നൽകി MG ശ്രീകുമാറും രാജലക്ഷ്മിയും ചേർന്ന് പാടിയ പാട്ടിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ബൃന്ദ ഗോപാലിന്റെ കൊറിയോഗ്രാഫിയിൽ മോഹൻലാലിന്റെയും ശോഭനയുടെയും ചടുലമായ നൃത്തച്ചുവടുകളാണ് പാട്ടിന്റെ ഏറ്റവും വലിയൊരു ആകർഷണമായിട്ട് തോന്നിയിരിക്കുന്നത്. സംവിധായകൻ തരുൺമൂർത്തി, ഗായകൻ MG ശ്രീകുമാർ, സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ് എന്നിവരും പാട്ടിൽ നൃത്തച്ചുവടുകളുമായി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിത്രത്തിൽ മോഹൻലാലിന്റെയും ശോഭനയുടെയും കഥാപാത്രങ്ങളുടെ മക്കളുടെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച തോമസ് മാത്യുവും അമൃത വർഷിനിയും ഗാനരംഗത്തിലുണ്ടായിരുന്നു. പാട്ടിന് സാമൂഹ്യ മാധ്യമങ്ങളിലും ആഘോഷ പരിപാടികളിലും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്.